വായിച്ച് അവസാനിപ്പിച്ച 56-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രാമാണിക വിചാരേഷു നവിദ്യന്തേ കൃതേഷു യേ കഥം സന്തി ജഗദ്ഭാവാസ്തേ കേ സന്തി സദൈവ വാ. പ്രാമാണിക വിചാരം എന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായ തത്വവിചാരം എന്നർത്ഥം. അങ്ങനെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്ന വിചാരങ്ങളുടെ ഫലമായി പ്രപഞ്ചം സത്യമാണ് എന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ സാധ്യമല്ല. യുക്തിയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടാത്തതും എന്നാൽ വ്യക്തമായി അനുഭവപ്പെടുന്നതുമായ കാഴ്ചയാണ് മായ എന്ന് പറയുന്നത്. ആ മായയുടെ സന്താനങ്ങളാണ് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം. യുക്തിഹീന പ്രകാശസ്യ സംജ്ഞാ മായ. യുക്തിയില്ല, പക്ഷേ ഗംഭീരമായ അനുഭവം, വ്യക്തമായ അനുഭവം, ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉള്ളതുപോലെ കാണപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കാണുന്നതിൻ്റെ യുക്തി ചിന്തിച്ചാൽ യുക്തിയില്ല, എന്നാൽ വ്യക്തമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് മായ. ഇപ്പോൾ തത്വചിന്തയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ജഗദ്ഭാവാഹ കഥം സന്തി, ഈ പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളും എങ്ങനെ ഉണ്ടാവും? യുക്തി ചിന്തിച്ചാൽ ഇതൊന്നും ഉള്ളതിന് ഒരു തെളിവുമില്ല. തേ കേ സന്തി സദൈവവ. പിന്നെ ഈ കാണപ്പെടുന്നത് എന്താണ്? സ്വപ്ന പദാർത്ഥങ്ങൾ പോലെ, സ്വപ്ന ദൃശ്യങ്ങൾ പോലെ. ഇത് എപ്പോഴും ഉണ്ടോ? ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു യുക്തി എപ്പോഴും ഈ പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിലില്ല. സുഷുപ്തിയിൽ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ മോഹാലസ്യം, ബോധക്ഷയം തുടങ്ങിയ അവസ്ഥകളിലും പ്രപഞ്ചാനുഭവമില്ല. അപ്പോൾ ചില നേരങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതും മറ്റ് സമയത്ത് അനുഭവപ്പെടാതിരിക്കുന്നത് ആയ ഏതുണ്ടോ അതാണ് മായ. സത്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും അനുഭവത്തിലുണ്ടാവും. അതിൻ്റെ അസ്തിത്വത്തിന് മാറ്റമില്ല. എപ്പോഴും അതുള്ളതായിരിക്കും. ഉള്ളതായിരുന്നാലും അത് അനുഭവപ്പെടണമെന്നില്ല. പ്രപഞ്ചം ഇല്ലാത്തതാണെങ്കിലും അനുഭവപ്പെടുന്നു. ഇതാണ് വ്യത്യാസം. ആത്മാവ് ഉള്ളതായിരുന്നിട്ടും അത് നമ്മുടെ അനുഭവത്തിലില്ല, എന്നാലും അതുള്ളതാണ്. പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും അത് നമ്മുടെ അനുഭവമണ്ഡലത്തിൽ എപ്പോഴും പ്രകാശിക്കുന്നു. സുഷുപ്തി, ബോധക്ഷയം തുടങ്ങിയ സന്ദർഭങ്ങൾ ഒഴിവാക്കിയാൽ. അപ്പോൾ എപ്പോഴും ഈ പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിലില്ല. അങ്ങനെയുള്ള പ്രപഞ്ചത്തെ സത്യമെന്ന് ആര് കരുതും? മൂഢൻ മാത്രമേ ഇതിന് സത്യത്വം കൽപ്പിക്കൂ. പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നവൻ ഏത് കൊലകൊമ്പനായാലും ശരി, എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ശരി, അങ്ങേയറ്റത്തെ തത്വചിന്തകനായാലും ശരി, പ്രപഞ്ചത്തിൻ്റെ സത്യത്വം അയാളുടെ ഭാവനയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സത്യമാണെന്ന് അയാൾ കരുതാൻ തയ്യാറാണെങ്കിൽ അയാൾ ബുദ്ധിശൂന്യൻ തന്നെ. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ചിന്തിക്കുന്നവൻ്റെ മുമ്പിലാണ് പ്രപഞ്ചം മിഥ്യയാകുന്നത്. പ്രപഞ്ചത്തിൻ്റെ മായാമയത്വം യുക്തിയുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കുമ്പോഴാണ് ഒരാൾക്ക് വ്യക്തമാകുന്നത്. യുക്തി എന്തെന്നറിയില്ല. എങ്ങനെയാണ് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് അനുഭവിക്കേണ്ടത്? ഏത് രീതിയിലുള്ള ചിന്താ പദ്ധതിയെയാണ് പിന്തുടരേണ്ടത്? ഇതൊന്നും അറിയാതെ അജ്ഞാന നിർഭരമായ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുന്ന ആർക്കും പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഒരിക്കലും അറിയാൻ സാധ്യമല്ല. ഇനി ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതിന് വസിഷ്ഠ മഹർഷിയുടേതായ ചില യുക്തികളാണ്. അതിൽ ഏതെങ്കിലും ഒന്നിനെയെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് ബാലകൃഷ്ണൻ നായർ സാർ ചോദിക്കുന്നത് പോലെ ഞാനും ചോദിക്കുന്നു. ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? യുക്തിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ പിൻബലത്തോടുകൂടി തീരുമാനിക്കപ്പെടുന്നത് ശിലാലിഖിതം പോലെ ഒരിക്കലും മായാത്തതായിരിക്കും. കല്ലിൽ കൊത്തിവെച്ച ആ അക്ഷരങ്ങൾ എപ്പോഴെങ്കിലും മായുമോ? അതിനാണ് ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്നത്.
സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്. പേപ്പറിൽ എഴുതിയാൽ ആ മഷി മാഞ്ഞു പോവും, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും. കല്ലിൽ കൊത്തിവെച്ചാൽ മായുവും. ഇതുപോലെ പ്രപഞ്ചം മിഥ്യയാണ്, ആത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നത് തത്വചിന്ത ചെയ്യുന്ന ഒരാളുടെ, അല്ലെങ്കിൽ വിചാരം ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിയിൽ കൊത്തിവെക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതത്ര പെട്ടെന്നൊന്നും മാറൂല. അയാൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചാലും അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചാലും ഈ സത്യം മായാതെ മറയാതെ അവിടെ തന്നെ ഉണ്ടാവും. കാരണം ഇത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. തൻ്റെ ഉണ്മ, താൻ ആരാണ് എന്നുള്ള സത്യം ബുദ്ധി തീരുമാനിക്കുന്നു. അല്ല, ആ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ, ബുദ്ധിക്ക് സാധാരണ തകരാറ് പറ്റാറില്ല. ബുദ്ധിക്കല്ല തകരാറ് പറ്റുന്നത്, ചിത്തത്തിനും മനസ്സിനും ആണ് തകരാറ് പറ്റുന്നത്. ബുദ്ധിയും അഹങ്കാരവും അത്ര പെട്ടെന്നൊന്നും തകരാറാവുന്ന കാര്യങ്ങളല്ല. അതായത് അന്ധഃകരണത്തിന് 4 വൃത്തികളാണ്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സിന് വിഭ്രമം സംഭവിക്കാം, മനസ്സിൻ്റെ താളം തെറ്റാം, അങ്ങനെയാണ് ഭ്രാന്ത് പിടിക്കുന്നത്. ബുദ്ധി തീരുമാനിക്കുന്നതാണ്. അജ്ഞാനം കലർന്ന ബുദ്ധി തീരുമാനിക്കുന്ന കാര്യങ്ങളും ശിലാലിഖിതം പോലെ മാഞ്ഞു പോകാത്തവയാണ്. ചിത്തം അത് ഓർമ്മയാണ്. ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് കറപ്റ്റ് ആവുന്നില്ലേ? പെൻ ഡ്രൈവ് കറപ്റ്റ് ആവുന്നില്ലേ? അതെന്തുകൊണ്ട്? ഇലക്ട്രോണിക് സാധനമല്ലേ, മറ്റേ വലിയ കമ്പനിക്കാർ, ജപ്പാൻ, കൊറിയ തുടങ്ങിയ കമ്പനിക്കാർ ഉണ്ടാക്കി വിടുന്ന സാധനമല്ലേ. എന്തായാലും ഉണ്ടാക്കപ്പെടുന്നതെല്ലാം നശിക്കും. മനുഷ്യനിർമ്മിതമാണോ അത്? കമ്പ്യൂട്ടറായാലും ശരി, യുദ്ധവിമാനങ്ങളായാലും ശരി, അന്തർവാഹിനി കപ്പലുകളായാലും ശരി, അതിനൊക്കെ നാശം സംഭവിക്കും. ഈശ്വര സൃഷ്ടമായ അല്ലെങ്കിൽ മായാസൃഷ്ടിയായ മനസ്സിന് പോലും തകരാറ് സംഭവിക്കുന്നുവെങ്കിൽ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ചിത്തത്തിന് തകരാറ് സംഭവിക്കാം, ഓർമ്മ നശിക്കാം. അതാണ് ഡിമെൻഷ്യ എന്നുള്ള അസുഖം, വിസ്മൃതി. മനസ്സിന് വിഭ്രമം അത് പണ്ടേ ഉള്ളതാണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ മനസ്സ് ഒരുതരം ഭ്രമാവസ്ഥയിലാണ് കഴിയുന്നത്. ബുദ്ധി, ആ ബുദ്ധിയിൽ അജ്ഞാനം ഉണ്ടെങ്കിൽ ആ ബുദ്ധി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ തീരുമാനങ്ങളാവില്ല. അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് യുക്തിയെ പ്രയോഗിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അത് ഏത് മാനസിക അവസ്ഥയിലും ആ കാര്യം നഷ്ടമാവില്ല. അതുകൊണ്ട് ഒരു തത്വജ്ഞാനിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഈ തത്വജ്ഞാനം മറഞ്ഞു പോവില്ലേ? അയാൾക്കും പ്രായമാകുമ്പോൾ ഈ മേധാക്ഷയം, ഡിമെൻഷ്യ എന്നുള്ളതിൻ്റെ തർജ്ജമ മേധാക്ഷയം എന്നാണ്. മേധ ക്ഷയിച്ചു പോവുക, ഓർമ്മ, ബുദ്ധി എന്നൊക്കെ അർത്ഥം. ആ ബുദ്ധി ക്ഷയിച്ചു പോയാലും ഈ ഞാൻ ആത്മാവാണ് എന്നുള്ള ആ സത്യം അതിനെ അനുഭവിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് ഒരിക്കലും ബുദ്ധിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയില്ല. അഹങ്കാരത്തിനും ഒരു കുഴപ്പവും സംഭവിക്കില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഏത് ഭ്രാന്തൻ്റെ ഉള്ളിലും ഞാൻ എന്ന ഭാവം പണ്ടത്തെക്കാളും ശക്തമായിരിക്കും. താൻ ആരാണ്, തൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ആ ധാരണകളൊക്കെ ചിലപ്പോൾ നഷ്ടമാകും. പക്ഷെ ആ ഞാനെന്നുള്ള ഭാവം ഉള്ളിലുണ്ടാവും. ഭ്രാന്തന്മാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഞാനിൻ്റെ ശക്തമായ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് ബുദ്ധിക്കും അഹങ്കാരത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിക്കില്ല. കുഴപ്പം മുഴുവൻ സംഭവിക്കുന്നത് മനസ്സിനും ചിത്തത്തിനുമാണ്. അപ്പോൾ യുക്തിയുക്തമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ തത്വവിചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രപഞ്ചം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും നിലനിൽപ്പില്ല. ഇതുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയുണ്ട്, എവിടെയുണ്ട്, ആരുണ്ടാക്കി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണം.
ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് വാദിക്കുന്ന ഒരാളോട് വേദാന്തിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഈ പ്രപഞ്ചം സത്യമാണെങ്കിൽ ഇതെപ്പോൾ ഉണ്ടായി, എന്തിനുണ്ടായി, ആരുണ്ടാക്കി? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അല്ലാതെ കാണുന്നതിനെയെല്ലാം സത്യമാണെന്ന് കരുതി അതിനെ ഒരു സിദ്ധാന്തമായി കൊണ്ടു നടക്കുന്നവർ, അതിനെ ഒരു ദർശനമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നവർ, അത് അടിസ്ഥാനമില്ലാതെ കെട്ടിയ കെട്ടിടം പോലെയാണ്. അസ്ഥിവാരത്തിന് ബലമില്ലാതെ കെട്ടിടം കെട്ടിപ്പൊക്കുന്നത് പോലെയാണ്. ചില ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പക്കൽ ഉത്തരമില്ല. അവിടെയാണ് നമ്മൾ നിർത്തിയത്. സർവയേവ ജഗദ്ഭാവാഃ കാരണാഭാവതോ ഭൃശം സർഗാദാവേവനോത്പന്നാ യച്ഛേദം ഭാതി തത്പരം. സർവയേവ ജഗദ്ഭാവാഃ, ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് എന്തൊക്കെ നമ്മളാൽ അനുഭവിക്കപ്പെടുന്നുവോ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളാൽ, മറ്റ് ചരാചരങ്ങളാൽ, അചരം അനുഭവിക്കത്തില്ല, ജീവനുള്ള ഏത് ജീവിയും എവിടെ എന്തനുഭവിച്ചാലും അതെല്ലാം കാരണമില്ലാതെ തോന്നുന്ന കാഴ്ചകളാണ്. കാരണമില്ലാതെ തോന്നുന്ന കാഴ്ചയുടെ പേരാണ് മായ. ഒരു കാരണവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ യുക്തി ചിന്തിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ ജഗദ്ഭാവങ്ങളെല്ലാം കാരണത്തിൻ്റെ അഭാവമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുന്നവയാണ്. നമ്മൾ അജ്ഞാനികളായതുകൊണ്ട് ഈ മായാകാര്യങ്ങളെ സത്യം എന്ന് കരുതി ജീവിക്കുന്നു. സർഗാദാവേവനോത്പന്നാഹ, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇല്ലാത്തവയെ ഇപ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് എന്തിനു കരുതണം? സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല. ഈ പ്രപഞ്ചം എന്നൊന്ന് വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഗൗഡപാദര് പറയുന്നത്. അജാതവാദം എന്നാണ് അതിനെ പറയുന്നത്. അജാതം എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്. ഈ പ്രപഞ്ചം എന്നൊന്ന് ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടാകാത്ത ഒന്നിനെ ഞങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതാണ് മായ. സ്വപ്ന ദൃശ്യങ്ങൾ, സ്വപ്ന പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ നമ്മൾ അനുഭവിക്കുന്നത്? സ്വപ്നദ്രഷ്ടാവിന് മാത്രം അനുഭവപ്പെടുന്ന ഭ്രമദൃശ്യങ്ങളാണ് സ്വപ്നത്തിലെ കാഴ്ചകൾ. അതുപോലെ എല്ലാവരുടെ ഉള്ളിലും എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഊഹം മാത്രമാണ്. നിങ്ങൾ കാണുന്ന ഒരു ലോകത്തെ തന്നെയാണ് മറ്റൊരു വ്യക്തിയും കാണുന്നത്. ബാഹ്യമായി അത് ശരിയാണ്. ഞാനൊരു മേശയോ ഒരു തെങ്ങിനെയോ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് വേറൊരു വ്യക്തിയും കാണുന്നത്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ മറ്റു ജീവികൾ ഈ തെങ്ങിനെയോ മേശയെയോ ഒക്കെ എങ്ങനെ കാണും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഉറുമ്പിൻ്റെ കാഴ്ചപ്പാടിൽ ഈ മേശ എങ്ങനെയായിരിക്കും? കാക്കയ്ക്ക് നിറവ്യത്യാസം അറിയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം നിറങ്ങൾ അറിയിക്കാൻ ഒരു പ്രത്യേക കോശങ്ങളുണ്ട് കണ്ണിൽ. കോൺ കോശങ്ങൾ എന്നാണ്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. കോൺ കോശം എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഇനിയിപ്പോൾ മറ്റേതാണോ എന്ന് എനിക്കറിയില്ല. ഈ കോൺ കോശങ്ങൾ കാക്കയുടെ കണ്ണിലില്ലാത്തത് കൊണ്ട് കാക്കയ്ക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ കാണുന്നു. അതിന് നിറവ്യത്യാസം അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോ ജീവിയുടെയും ഇന്ദ്രിയങ്ങൾ ഓരോ തരത്തിലാണ്. ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് കാഴ്ച. ഇതിൽ എന്ത് യുക്തിരാഹിത്യമാണുള്ളത്? ഇത് ഈ ലോകം അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ആവിർഭവിച്ചിട്ടില്ല. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ഇല്ലാത്തത് ഇപ്പോൾ എങ്ങനെ ഉള്ളതാവും? സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലാണല്ലോ നമ്മൾ വന്ന് ജനിച്ചതും ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്നും ഒരു പ്രപഞ്ചം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. യച്ഛേദം ഭാതി തത്പരം. അങ്ങനെയാണെങ്കിൽ മഹർഷേ, ഞങ്ങൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം എന്താണ്? അങ്ങനെ ചോദിക്കുക. ഇത് ബ്രഹ്മമാണ് കുഞ്ഞുങ്ങളെ. ഇത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ നിങ്ങളുടെ അറിവില്ലായ്മ കാരണം നാമരൂപങ്ങളായി കാണുന്നു. ആ നാമരൂപ കാഴ്ച കള്ളമാണ്.
അത് വാസ്തവമല്ല. കാരണം നാമരൂപങ്ങൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇല്ലാത്തവയാണ്. ആരംഭത്തിൽ തന്നെ ഇല്ലാത്തത് മധ്യത്തിൽ എങ്ങനെ ഉള്ളതാവും? അവസാനം ഇതെല്ലാം ഇല്ലാതാവാനും പോകുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കാണുന്നത് വെറും വിഭ്രമം, സ്വപ്ന സദൃശം. യജ്ജേദം ഭാതി തത്പരം. ഈ കാണപ്പെടുന്നതൊക്കെ പരമാത്മാവാണ്, പരമമായ ആത്മതത്വമാണ്. അജ്ഞാനികൾ അവരുടെ അജ്ഞാനം നിമിത്തം നാമരൂപങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ, ചരാചരങ്ങൾ എന്ന് കാണുന്നു. ആ അജ്ഞാനം നീങ്ങിയാൽ എല്ലാം ഈശ്വരമയം. സർവം ഖലു ഇദം ബ്രഹ്മ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെ ഉറപ്പിച്ചു പറയുകയാണ്. ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ. പദേ സർവേന്ദ്രിയാതീതേ മനഃഷഷ്ഠേന്ദ്രിയാത്മനാം ഭാവാനാം കാരണം നാസ്തി മനഃഷഷ്ഠേന്ദ്രിയാത്മകം. പദേ സർവേന്ദ്രിയാതീതേ, സകല ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ് ആത്മപദം, ബ്രഹ്മതത്വം. ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നുള്ളതിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടും. മനസ്സിനെ 6ാമത്തെ ഇന്ദ്രിയമായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയാതീതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ മനസ്സുകൾക്ക് അപ്പുറത്തുള്ള ഒന്നാണ് ഈ ആത്മതത്വം. മനഃഷഷ്ഠേന്ദ്രിയാത്മനാം ഭാവാനാം കാരണം നാസ്തി. എന്നാൽ നമ്മുടെ അനുഭവമണ്ഡലത്തിൽ ഉള്ള എല്ലാം തന്നെ ഇന്ദ്രിയ മനസ്സുകളിലൂടെ അനുഭവിക്കപ്പെടുന്നവയാണ്. ഇന്ദ്രിയ മനസ്സുകളുടെ പരിധിക്കകത്തുപെടുന്ന പ്രപഞ്ചഭാവങ്ങൾ, നാമരൂപങ്ങൾ ഇന്ദ്രിയ മനസ്സുകൾക്ക് അതീതമായ ആത്മതത്വത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല. ഒന്ന് ഇന്ദ്രിയതലം അല്ലെങ്കിൽ മനസ്തലം, മറ്റേത് ഈ ഇന്ദ്രിയ മനസ്സുകളെ അതിക്രമിച്ച തലം. അപ്പം ആ തലത്തിൽ ചെന്ന് അവിടെ എന്താണ് എന്നറിയാത്ത ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചം എന്നും സത്യമായി തന്നെ തുടരും. അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ യുക്തികൾ നിരത്തിയാലും ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള വിചാരം നമ്മുടെ മനസ്സിൽ നിന്ന് അകലുന്നില്ല. ഭാവാനാം കാരണം നാസ്തി. ഇന്ദ്രിയ മനസ്സുകൾ കാണിച്ചു തരുന്ന കാഴ്ച അജ്ഞാനം ഉള്ളതുകൊണ്ടാണ്. അജ്ഞാനം ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രിയ മനസ്സുകൾ ഇല്ലാത്ത കാഴ്ചകളെ ഉണ്ടാക്കി കാണിക്കുന്നത്. മനഃഷഷ്ഠേന്ദ്രിയാത്മകം, 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സും 5 ഇന്ദ്രിയങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു കൂത്താണ് ഈ പ്രപഞ്ചം. ഇങ്ങനെയൊന്ന് വാസ്തവത്തിൽ ഇല്ല. പ്രപഞ്ചം ഒരിക്കലും സത്യമല്ല. ഇത് പണ്ടും ഇല്ലാത്തത് തന്നെ, ഇപ്പോൾ നാം അനുഭവിക്കുമ്പോഴും ഇല്ലാത്തത് തന്നെ, ഇനി മേലും ഇത് ഇല്ലാത്തതായി തന്നെ തുടരും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല, നാമരൂപം മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം. പൊരുളല്ലിത്. അതാണ് പൊരുൾ, അതാണ് സത്യം, അതാണ് വാസ്തവം, അതാണ് വാസ്തവത്തിൽ ഉള്ളത്. എന്ത്? അത് എന്ന വാക്കുകൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്ന ആത്മതത്വം. ഇത് ഇല്ലാത്തതാണ്. നിങ്ങൾ ഇതിനെ സത്യമെന്ന് കരുതി അതിനെ ഇല്ലാത്തതായി കരുതുന്നു. ഈ അവസ്ഥയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. പൊരുളല്ല ഇത് പൊരുളല്ല എന്നുള്ളത് ഓർത്തിടണം, എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നാണ്. ഈ പ്രപഞ്ചം മിഥ്യയാണ്, മായയാണ് എന്ന വസ്തുത എപ്പോഴും നമ്മുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം. ഇതിനെ മറന്നു പോകരുത്. ഇതിനെ മറന്നാൽ അപ്പം മായ പിടികൂടും, നിങ്ങൾ മായയിൽ കുടുങ്ങിപ്പോകും. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വായിക്കാം. ഈ ശ്ലോകത്തിന് വ്യാഖ്യാനമുണ്ട്, 58ാമത്തത്. കാരണാഭാവ കുതഃ തത്രാഹ. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് യഥാർത്ഥ കാരണം ഇല്ല എന്ന് പറയുന്നത്? നഹി ഇന്ദ്രിയ അവേദ്യേ സ്വപ്രകാശ ചിദേകരസേ ബ്രഹ്മണി
ഇന്ദ്രിയവേദ്യാഹ പ്രളയകാലേ സംഭാവയിതുമപി ശക്യാ ഇതി ഭാവഃ. ഇന്ദ്രിയങ്ങൾക്ക് അവേദ്യമാണ് എന്ന് പറഞ്ഞാൽ അഗോചരമാണ്, ഇന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയാത്തതാണ് സ്വപ്രകാശചിത്ത്, സ്വയം പ്രകാശിക്കുന്ന ബോധം. അത് ഏകരസമാണ്. അതിനെ തന്നെയാണ് ഉപനിഷത്തുക്കൾ ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ബ്രഹ്മത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ അവ എന്തു തന്നെയായാലും പ്രളയകാലേ, പ്രളയം സംഭവിക്കുമ്പോൾ, എല്ലാം വിലയത്തെ പ്രാപിക്കുമ്പോൾ സംഭാവയിതുമപി ശക്യാൻ, സംഭാവയിതുമപി ന ശക്യാഹ ഇതി ഭാവഃ. പ്രളയത്തിൽ ഇതൊന്നും തന്നെ ഇല്ല, എല്ലാം ലയിച്ചു പോകുന്ന അവസ്ഥയാണ് പ്രളയം. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മുടെ ഉറക്കത്തിൽ നാം അനുഭവിക്കുന്നത്. പ്രളയം എങ്ങനെ ഉണ്ടാവും എന്ന് പ്രളയം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ദിവസേന നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തിയുടെ ലോകം ലയിച്ചു പോകുന്നത് ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഉറക്കം, സുഷുപ്തി. അപ്പോൾ പ്രളയത്തിൽ ഇല്ലാത്തത്, പ്രളയത്തിൽ മാഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അലിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നത് എങ്ങനെ സത്യമാകും? അതുകൊണ്ട് പ്രപഞ്ചം എന്ന ഒന്ന് ബ്രഹ്മത്തിൽ സാധ്യമേ അല്ല, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല. പിന്നെ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ബ്രഹ്മം തന്നെ. കയറ് ഒരിക്കലും സർപ്പമായി മാറാൻ ഉള്ള സാധ്യതയില്ല. ആ സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാം. പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ പാമ്പിനെ എന്ന്. നിങ്ങൾ കാണുന്ന പാമ്പെന്ന് പറയുന്നത് വാസ്തവത്തിൽ കയറാണ് എന്ന് പറയുന്നത് പോലെയാണ്. ബ്രഹ്മം എന്ന അധിഷ്ഠാനത്തെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും നിങ്ങളുടെ അറിവില്ലായ്മ കാരണം ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നു. അപ്പം തെറ്റിദ്ധാരണയുടെ സന്താനമാണ് ഏത് ഭ്രമദൃശ്യവും. ഇപ്പം ഈ ഭ്രമത്തെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുക? ശരിയായ ധാരണ ഉണ്ടാക്കൂ, വേറെ മാർഗമൊന്നുമില്ല. തെറ്റിദ്ധാരണയ്ക്കുള്ള മറുമരുന്ന് എന്നും ശരിയായ ധാരണയായിരിക്കും. അതുകൊണ്ട് പ്രപഞ്ചം ആദിയിലില്ല, പ്രളയത്തിന് ശേഷവുമില്ല, ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നു. അത് ഇടയ്ക്കുള്ളതായി നാം അനുഭവിക്കുമ്പോഴും ഇല്ലാത്തത് തന്നെ. ഇതാണ് ഗൗഡപാദരുടെ അജാതവാദം. അടുത്ത ശ്ലോകം വായിക്കാം. ഭാവാനാം വിവിധാഖ്യാനാം അനാഖ്യം കാരണം കുതഃ കുതോ വസ്തുന്യവസ്തുത്വം വ്യോമന്യവ്യോമതാ കുതഃ. വിവിധാഖ്യാനാം ഭാവാനാം, അനേകം നാമരൂപങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. ഓരോന്നും വിഭിന്നങ്ങളാണ്, ഒന്നിൻ്റെ സ്വഭാവമല്ല മറ്റൊന്നിന്. ഇങ്ങനെ പലതരത്തിലുള്ള ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം സ്വഭാവങ്ങളോടുകൂടിയ ജഡവസ്തുക്കളും അതുപോലെ ജീവികളും, ഇതൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് വന്നു എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അതൊന്നും അന്തിമമായ സിദ്ധാന്തമല്ല, അവസാനത്തെ വാക്കല്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെയും അധിഷ്ഠാനമായി നിലനിന്നതാണ് ആത്മതത്വം എന്ന കാര്യം വ്യക്തമാക്കാനാണ് ഉപനിഷത്ത് ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം പൊന്തി വന്നത് എന്ന് പറയുന്നത്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. ഇങ്ങനെയാണ് തൈത്തിരീയോപനിഷത്തിലെ മൂന്നാമത്തെ വല്ലിയായ ഭൃഗുവല്ലി. അതാണ് മൂന്നാമത്തെ വല്ലി എന്ന് പറഞ്ഞാൽ അധ്യായം എന്നർത്ഥം. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് എന്തോ ഭൃഗുവല്ലി തന്നെയാണ്, സംശയമൊന്നുമില്ല. ആദ്യത്തേത് ശീക്ഷാവല്ലി, രണ്ടാമത്തേത് ബ്രഹ്മാനന്ദവല്ലി, മൂന്നാമത്തേത് ഭൃഗുവല്ലി. ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ച ഘടകങ്ങൾ പൊന്തി വരുന്നത്, ഏതൊന്നിൽ തന്നെയാണ് പൊന്തി വന്നവ നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്ക് തന്നെയാണോ ഇവ തിരിച്ചു ലയിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്ന് നീ അറിയൂ എന്നാണ് വരുണൻ തൻ്റെ മകനായ ഭൃഗുവിനെ ഉപദേശിക്കുന്നത്.
അപ്പോൾ എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് പൊന്തി വന്നതാണ്. പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. കാരണം അത് എന്നും ഉള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഉണ്മയോ അഭാവമോ അതിനെ ബാധിക്കുന്നില്ല. കയറ് ഇടയ്ക്ക് സർപ്പം ഇടയ്ക്ക് കയറിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. സർപ്പപ്രതീതി ഉണ്ടാവുന്നതിന് മുമ്പും കയറുണ്ട്. സർപ്പപ്രതീതി മാഞ്ഞു പോയാലും കയർ അവിടെ തന്നെയുണ്ട്. ഇനി സർപ്പമായി കാണപ്പെടുന്നത് ഈ കയറാണ്. ഇങ്ങനെ 3 കാലത്തിലും ഉള്ളതായി സത്യമായി നിലനിൽക്കുന്നതാണ് ഈ ആത്മാവിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഭാവങ്ങൾക്ക് കാരണമില്ല, അകാരണമായി ഉണ്ടെന്ന് തോന്നുന്നതാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ. ഇനി പലതരത്തിലുള്ള ഭാവങ്ങൾ, അസ്തിത്വത്തിൻ്റെ പല പല ഘട്ടങ്ങൾ, അതിന് നാമരൂപരഹിതമായ ബ്രഹ്മം എങ്ങനെ കാരണമാകും? ഈ ചോദ്യത്തിന് മറുപടി പറയണം. നാമരൂപങ്ങൾ നാമരൂപരഹിതമായ ഒരു തത്വത്തിൽ നിന്നാണ് പൊന്തി വന്നത് എന്ന് ഉപനിഷത്തുക്കൾ പറയുമ്പോഴും അതിൻ്റെ യുക്തി ആലോചിച്ച് നോക്കിയാൽ അതിനുള്ള സാധ്യത തീരെയില്ല. നാമരൂപമില്ലാത്ത ഒന്നിൽ നിന്ന് നാമരൂപങ്ങൾ പൊന്തി വരികയോ? അതെങ്ങനെ സാധ്യമാവും? കാരണത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു കാര്യം ഉണ്ടാവാൻ പറ്റില്ല. അപ്പോഴോ പ്രപഞ്ച നാമരൂപങ്ങൾ, അവയ്ക്ക് ആകൃതിയുണ്ട്, രൂപമുണ്ട്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അവയെ അറിയാൻ പറ്റും. എല്ലാറ്റിനെയും കണ്ടു തന്നെ അറിയുന്നു എന്ന് പറയാൻ പറ്റില്ല. ചിലതിന് ശബ്ദത്തെ കേട്ടാണ് അറിയുന്നത്, ഗന്ധത്തെ മൂക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് അറിയുന്നത്, രുചി അറിയിച്ചു തരുന്നത് നാവാണ്, ത്വക്ക് സ്പർശത്തെയും അറിയിച്ചു തരുന്നു. അപ്പോൾ ഈ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണപ്പെടുന്നവ മാത്രം ആണ് എന്ന് വിചാരിക്കരുത്. ഇന്ദ്രിയവേദ്യമായതെല്ലാം ഓരോ തരത്തിലുള്ള രൂപങ്ങളാണ്. ഇപ്പോൾ അരൂപമായ ഒരു ആത്മതത്വത്തിൽ നിന്ന് രൂപങ്ങളോടുകൂടിയ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാവും? നാമരൂപരഹിതമായ ഒന്ന് നാമരൂപങ്ങൾക്ക് എങ്ങനെ കാരണമായി ഭവിക്കും? യുക്തി ചിന്തിച്ചാൽ ഈ വാദത്തിൽ കഴമ്പില്ല. പിന്നെ എന്തിനെ ഉപനിഷത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് പൊന്തിയതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം നശിച്ചാലും ഈ ആത്മതത്വത്തിന് ഒരു നാശവും സംഭവിക്കില്ല. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായി ഒന്നുണ്ട് എന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിവരണങ്ങൾ. വാസ്തവത്തിൽ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ടേയില്ല. ഉണ്ടാകാത്ത ഒന്ന് ബ്രഹ്മത്തിൽ നിന്ന് പൊന്തി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇതില്ലപ്പാ, ഇതില്ല, ഇത് വാസ്തവമല്ല. ഇത് നമ്മുടെ ഇന്ദ്രിയ മനസ്സുകൾ ചേർന്ന് രചിക്കുന്ന ഒരു ഭ്രമ ദർശനമാണ്. ഭാവാനാം വിവിധാഖ്യാനാം അനാഖ്യം കാരണം കുതഃ. ആഖ്യ എന്ന് പറഞ്ഞാൽ പേര്. പേരില്ലാത്ത ഒന്ന്, രൂപമില്ലാത്ത ഒന്ന് അനേകം നാമരൂപങ്ങൾക്ക് എങ്ങനെ കാരണമായി ഭവിക്കും? കുതോ വസ്തുന്യവസ്തുത്വം. ഇനി അതല്ല, ഈ പ്രപഞ്ചം ഭ്രമരൂപത്തിൽ ആത്മാവിൽ നിന്ന് പൊന്തുന്നു എന്ന് കരുതിയാലോ? മരുഭൂമിയിൽ കാനൽ ജലം കാണപ്പെടുന്ന പോലെ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. ആ യുക്തിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ മരുഭൂമിയിൽ ഇല്ലാത്ത വെള്ളം ഉള്ളതുപോലെ കാണപ്പെടുന്നല്ലോ, കാനൽ ജലത്തിൻ്റെ ഭ്രമം സംഭവിക്കുന്നുണ്ടല്ലോ. അതുപോലെ എന്തുകൊണ്ട് ബ്രഹ്മത്തിൽ ഇല്ലാത്ത പ്രപഞ്ചം ഉള്ളതുപോലെ കാണപ്പെട്ടുകൂടാ? അതിനുള്ള സാധ്യതയില്ല. കുതോ വസ്തുന്യവസ്തുത്വം. വസ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത്, സത്യമായത്. വസ്തുവിൽ എങ്ങനെ ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നും? അല്ല, അതിന് കാനൽ ജലം ഉദാഹരണമാണല്ലോ. കാനൽ ജലം ഇല്ലാത്തതിൽ ഉള്ളതുപോലെ ഒന്ന് പ്രത്യക്ഷപ്പെടാം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ്. പക്ഷേ
മരുഭൂമിയിൽ കാനൽ ജലം കാണപ്പെടുന്നത് പോലെയാണോ വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം കാണപ്പെടുന്നത്? അല്ലേ അല്ല. ഈ ഉദാഹരണങ്ങളൊന്നും ശരിയല്ല. ബ്രഹ്മത്തിൽ പ്രപഞ്ചം എങ്ങനെ ഉദ്ഭവിക്കുന്നു എന്നുള്ളതിന് വേദാന്ത ശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഒരൊറ്റ ഉദാഹരണവും ശരിക്കും മാച്ച് ചെയ്യുന്ന ഒന്നല്ല. ഓരോ അംശങ്ങൾ വിവരിക്കാൻ വേണ്ടി ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞു. മരുഭൂമിയിൽ കാണപ്പെടുന്ന കാനൽ ജലം, വെള്ളം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഭ്രമം തോന്നാം. അതുപോലെയാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചം തോന്നുന്നത്. ബ്രഹ്മം എന്താ മരുഭൂമി പോലെയാണോ? മണൽപ്പരപ്പാണോ? പ്രപഞ്ചം അതിൽ വെള്ളം പോലെ തോന്നുന്ന ഒന്നാണോ? അങ്ങനെയല്ല. അധിഷ്ഠാനം അജ്ഞത കാരണം തെറ്റിദ്ധരിക്കപ്പെടാം. അജ്ഞാനത്തിലൂടെ, അറിവില്ലായ്മയിലൂടെ ഇല്ലാത്ത ഒന്ന് ഉള്ളതുപോലെ തോന്നാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അല്ലാതെ ബ്രഹ്മത്തിൽ കാനൽ ജലം പോലെ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നു എന്ന് മനസ്സിലാക്കി തരാനല്ല. കാരണം കുതോ വസ്തുന്യവസ്തുത്വം, വസ്തുവിൽ അവസ്തു എന്ന് പറഞ്ഞാൽ ഭ്രമം, കഴമ്പില്ലാത്തത്. കഴമ്പുള്ളതിൽ കഴമ്പില്ലാത്തത് എങ്ങനെ കാണപ്പെടും? അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ അത് പൊന്തി വരും? സത്യത്തിൽ നിന്ന് അസത്യമോ അസത്യത്തിൽ നിന്ന് സത്യമോ ആവിർഭവിക്കുക വയ്യ. ഉണ്മ എന്നും ഉണ്മ തന്നെയാണ്, ഇല്ലാത്തത് എന്നും ഇല്ലാത്തത് തന്നെയാണ്. ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതോ ഇല്ലാത്തതിൽ നിന്നുള്ളതോ ഒരിക്കലും ഉണ്ടാവുകയില്ല. നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. എടോ അർജുന, അസത്തിൽ നിന്ന് സത്തോ സത്തിൽ നിന്ന് അസത്തോ ഉണ്ടാവാൻ പറ്റില്ല. അസത്ത് ഇല്ലാത്തത്, സത്ത് ഉള്ളത്. ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതിനോ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനോ ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചത്തിനോ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചമോ പ്രപഞ്ചത്തിൽ നിന്ന് ബ്രഹ്മമോ ഉണ്ടാവാൻ പറ്റില്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചമോ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടോ എങ്ങനെയാണോ ഉണ്ടാകാൻ തീരെ സാധ്യതയില്ലാത്തത്, അതുപോലെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനമോ ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനമോ ഉണ്ടാവുക വയ്യ. അജ്ഞാനം കാരണമായിട്ടാണ് ജീവന്മാർ ഭ്രമിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. ഈ അജ്ഞാനം പോലും വാസ്തവമല്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തമായ ചൈതന്യ സ്വരൂപമായ ബ്രഹ്മത്തിൽ നിഴല് പോലെയുള്ള ഈ അജ്ഞാനം എങ്ങനെ കടന്നു വന്നു? ഈ ചോദ്യത്തിന് യുക്തിയുക്തമായി മറുപടി പറയൂ. സൂര്യനിൽ എവിടെ നിന്നോ ഇരുട്ട് കയറി വന്നു എന്ന് പറയുന്നത് പോലെയാണ്. സൂര്യന്റെ 7 അയലത്ത് ഇരുട്ടിന് വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അത് സൂര്യന്റെ ഉള്ളിൽ പ്രവേശിക്കുക? വളരെ അകലെ വെച്ച് തന്നെ സൂര്യപ്രകാശത്താൽ നശിപ്പിക്കപ്പെടും ഏത് കൂരിരുട്ടും. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതോ ജീവൻ ആത്മാവാണ്, ബ്രഹ്മമാണ്. ഈ ബ്രഹ്മത്തെ അവിദ്യ ഗ്രസിച്ചു. അങ്ങനെ അജ്ഞാനം കൊണ്ട് സ്വരൂപം മറഞ്ഞുപോയി. അതൊന്നും വാസ്തവമല്ല. സ്വരൂപത്തെ മറയ്ക്കാൻ ഇവിടെ ഒന്നിനും സാധ്യമല്ല. സ്വരൂപത്തെ മറയ്ക്കുന്ന ഒന്നാണ് ഈ അജ്ഞാനമെങ്കിൽ ഈ ആത്മാവിനെ ഉപാസിക്കുന്നതിന് പകരം അജ്ഞാനത്തെ ഉപാസിച്ചാൽ പോരെ. കാരണം ആത്മാവിനെ തന്നെ മറച്ചു കളയാൻ കഴിവുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ അജ്ഞാനികളായി തന്നെ ഇരുന്നാൽ പോരെ. ഈ വിവരണങ്ങളും ഈ വ്യാഖ്യാനങ്ങളും ഒന്നും അന്തിമമായ വാക്കല്ല. ഇവിടെ അവിദ്യയുമില്ല, മായയുമില്ല, സാധകനുമില്ല, ബന്ധവുമില്ല, മോക്ഷവുമില്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അന്തിമമായ സത്യം. അതാണ് പച്ച പരമാർത്ഥം. ഇത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക. എന്നിട്ട് വേദാന്ത ഉദാഹരണങ്ങളും വേദാന്തത്തിൻ്റെ മറ്റ് യുക്തികളുമൊക്കെ കേട്ടോളൂ. അവസാന വാക്ക് ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. കുതോ വസ്തുന്യവസ്തുത്വം വ്യോമന്യവ്യോമതാ കുതഃ. അവസ്തുവിൽ നിന്ന് വസ്തുവിൽ
എങ്ങനെ അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉണ്മയിൽ എങ്ങനെ ഇല്ലായ്മ പ്രത്യക്ഷപ്പെടും. വ്യോമന്യവ്യോമതാ കുതഃ, ആകാശത്തിൽ നിന്ന് ആകാശമല്ലാത്ത ഒന്ന് എങ്ങനെ ജനിക്കും? നമ്മുടെ സൃഷ്ടി വിശദീകരണമൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യം ആത്മാവിൽ നിന്ന് ആകാശം ഉണ്ടായി. തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ സംഭൂതഃ ആകാശാദ്വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്യഃ പൃഥിവീ പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോന്നം അന്നാത് പുരുഷഃ. ഇങ്ങനെയാണ് സൃഷ്ടിയെ തൈത്തിരീയ ഉപനിഷത്ത് വിവരിക്കുന്നത്. ആദ്യമായി ഈ ആത്മാവിൽ നിന്ന് ആകാശം എന്ന അതിസൂക്ഷ്മമായ ഭൂതം രൂപപ്പെട്ടു. ആകാശം പൊള്ളയാണ്, ഒഴിവാണത്. ശൂന്യതയുടെ മറ്റൊരു പേരാണ് ആകാശം. നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിൽ നിന്ന് എങ്ങനെ ശൂന്യത പൊന്തി? അവിടെ തന്നെ പോയി. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ, ആ വ്യാഖ്യാനം തെറ്റാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ബ്രഹ്മത്തിൽ നിന്ന്, പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തുവിൽ എങ്ങനെയാണ് ഒഴിവിൻ്റെ അല്ലെങ്കിൽ ശൂന്യത ഉണ്ടാവുക? അപ്പോൾ പറയും ആകാശം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല, അത് ഭ്രമരൂപത്തിൽ ആത്മാവിൽ നിന്ന് പൊന്തി. ഓക്കെ, ആകാശം ഭ്രമമാണെങ്കിൽ ആകാശത്തിൽ നിന്നുണ്ടായ വായു ഭ്രമമല്ലാതെ മറ്റെന്താണ്? ആ വായുവിൽ നിന്നുണ്ടായ അഗ്നി ഭ്രമമല്ലാതെ മറ്റെന്താണ്? വായുവിൽ നിന്നുണ്ടായ ജലവും ജലത്തിൽ നിന്നുണ്ടായ ഭൂമിയും ഭൂമിയിലുണ്ടാവുന്ന വൃക്ഷലതാദികളും മറ്റ് ജീവജാലങ്ങളും ഇവയൊക്കെ എങ്ങനെ സത്യമാകും? ആകാശം തന്നെ കള്ളമാണെങ്കിൽ അതിൽ നിന്ന് പടിപ്പടിയായി രൂപപ്പെടുന്ന മറ്റ് 4 ഭൂതങ്ങളും ഈ 5 ഭൂതങ്ങളുടെയും സംഘാതങ്ങളായ ശരീരങ്ങളും ജീവജാലങ്ങളുമൊക്കെ എങ്ങനെ വാസ്തവമാകും? ഇതാണ് യുക്തി. ആലോചിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും. വലിയ കുട്ടികൾക്കാണ് ഈ കാര്യം മനസ്സിലാവാത്തത്. ബാലകൃഷ്ണൻ നായർ സാർ പറയും, ഒരു 6 or 7 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് വരൂ, ഈ ആത്മതത്വം എന്താണെന്ന് ഞാൻ അവന് വിശദീകരിച്ചു കൊടുക്കാം. നമ്മുടെ ബുദ്ധി ഒരുപാട് കലുഷിതമായി പോയി. വേണ്ടാത്ത സാധനങ്ങൾ ഒരുപാട് ഈ ബുദ്ധിക്കകത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, പിന്നെ ആർട്സ്, കോമേഴ്സ്, അനാവശ്യമായ മായയുടെ പല ശാഖകളായ മിഥ്യാജ്ഞാനത്തെ നമ്മുടെ ബുദ്ധി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലളിതമായ പരമസത്യത്തെ ആരെങ്കിലും വിശദീകരിച്ചാൽ ആ ബുദ്ധി പറയും, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവർക്ക് നല്ല പോലെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഈ സൃഷ്ടി വിവരണമൊക്കെ കൊള്ളാം, ഗംഭീരം. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി, പിന്നെ പഞ്ചഭൂതങ്ങളുടെ സമാഹാരത്തിൽ നിന്ന് ശരീരങ്ങൾ. ഇത് ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ തെറ്റി. നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിൽ ശൂന്യതയുടെ രൂപമായ ആകാശം എങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റും? വ്യോമന്യവ്യോമതാ കുതഃ. വ്യോമം ആകാശം, ആകാശത്തിൽ നിന്ന് ആകാശമല്ലാത്ത ഒന്ന് അല്ലെങ്കിൽ ആകാശത്തെക്കാളും സ്ഥൂലമായ ഒന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാവും? യുക്തി ചിന്തിച്ചാൽ ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കാണുന്നു. ഇതാണ് മായ എന്ന് പറയുന്നത്. യുക്തിയാവണം നമ്മുടെ മാനദണ്ഡം, അല്ലാതെ ഇന്ദ്രിയ അനുഭവങ്ങളാവരുത്. ഇന്ദ്രിയങ്ങൾ എന്നും നമ്മെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. അതുകൊണ്ട് അവയുടെ പുറകെ പോകരുത്. വേദാന്തത്തിൻ്റെ യുക്തികളുടെ പശ്ചാത്തലത്തിൽ പ്രപഞ്ചം എന്താണെന്ന് ചിന്തിച്ചറിയണം. അപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം നമുക്ക് പിടികിട്ടുക. സനാമരൂപകസ്യ ജഗതഃ അനാമരൂപകമപി കാരണം ന സംഭവതീതി യുക്ത്യന്തരമപ്യാഹ.
നാമരൂപങ്ങളോട് കൂടിയ ജഗത്തിന് നാമരൂപങ്ങളില്ലാത്ത ബ്രഹ്മം ഒരിക്കലും കാരണമാവാൻ പറ്റില്ല എന്ന മറ്റൊരു യുക്തിയിലൂടെയും പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ തെളിയിച്ചു തരുന്നു വസിഷ്ഠ മഹർഷി. ഏവം വസ്തു അവസ്തുനഃ കാരണം ശൂന്യമശൂന്യസ്യേതി തദപി ദുർവചം തദാത്മദാപത്യയോഗാദിത്യാഹ. വസ്തു അവസ്തുനഃ കാരണം, വസ്തു അവസ്തുവിൻ്റെ കാരണമാവില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ കാരണമാവില്ല. പാമ്പിൻ്റെ കാരണമാണ് കയറ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പറയുന്നു. പക്ഷേ കയറെങ്ങനെ യഥാർത്ഥത്തിൽ പാമ്പിന് കാരണമായി തീരും? ആ പാമ്പ് വാസ്തവമല്ലല്ലോ, ഭ്രമമാണല്ലോ. സത്യം മിഥ്യയുടെ കാരണം എങ്ങനെ ആയിത്തീരും? ആലോചിക്കൂ. നമ്മുടെ ബുദ്ധിയെ പണയം വെക്കരുത്. നിങ്ങൾ എന്ത് പണയം വെച്ചാലും ശരി, നിങ്ങളുടെ വീടോ വീടിൻ്റെ ആധാരമോ സ്വർണ്ണ പണ്ടങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പണയം വെക്കാം. ബുദ്ധിയെ മാത്രം പണയം വെക്കരുത്. ബുദ്ധിയെ പണയം വെക്കുന്നവൻ നാശത്തിൻ്റെ പടുകുഴിയിൽ വീഴും. അവൻ്റെ ജീവിതം പാതാളത്തിലേക്കുള്ള പോക്കായിരിക്കും. മലയുടെ മുകളിൽ നിന്ന് കാലിടറി വീഴുന്ന ഒരുവൻ്റെ ഗതിയാണ് ബുദ്ധിയെ പണയം വയ്ക്കുന്ന ഒരുവന് ഉണ്ടാവുക. അപ്പോൾ വസ്തു അവസ്തുവിൻ്റെ കാരണമാവില്ല. ശൂന്യം അശൂന്യത്തിൻ്റെ കാരണമാകുമോ? ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തത്, ഒഴിവ്, പൊള്ളയായത്, അതാണ് ശൂന്യം. ആ ശൂന്യം അശൂന്യമായ പ്രപഞ്ചത്തിൻ്റെ കാരണം എങ്ങനെയാവും? ആകാശം എന്ന് പറയുന്നത് ശൂന്യതയുടെ മറ്റൊരു പേരാണ്. ഒഴിഞ്ഞ സ്ഥലം, അതിൽ നിന്ന് കട്ടിപിടിച്ച രൂപങ്ങളോ വസ്തുക്കളോ എങ്ങനെ ഉണ്ടാവും? ശൂന്യം അശൂന്യത്തിന് കാരണമാവാൻ പറ്റില്ല. തദപി ദുർവചം, അതും യുക്തിക്ക് നിരക്കുന്നതല്ല. തദാത്മദാപത്യ അയോഗാദിത്യാഹ. എല്ലാം ബ്രഹ്മമാണ്, ഈ കാണുന്നതെല്ലാം പരമാത്മാവാണ് എന്ന് പറയുന്നത് പോലും വാസ്തവമല്ല എന്നാണ്. ഈ കാണുന്നതൊക്കെ മായാ സൃഷ്ടിയാണ്. ഈശ്വരൻ മായയുടെ അപ്പുറത്താണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഓരോരോ അംശങ്ങൾ, അനുഭവത്തിൻ്റെ ഓരോരോ തലത്തെ കണക്കിലെടുത്തുകൊണ്ട് അതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഓരോരോ ഉദാഹരണങ്ങൾ പറയുന്നു. അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നും അന്തിമമായ സത്യത്വം കൽപ്പിക്കേണ്ട കാര്യമില്ല. ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഈ കാണുന്നതിൽ ഭ്രമിച്ചു പോകാതിരിക്കാൻ. ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എന്ന് കണ്ട് ശീലിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ കാണുന്നതെല്ലാം എങ്ങനെ ഭഗവാനാകും? ഭഗവാൻ പ്രപഞ്ചത്തിന് അതീതനാണ്, പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ളവനാണ്. അദ്ദേഹത്തിൽ തോന്നിയതാണ്, അല്ലെങ്കിൽ ഭ്രമരൂപത്തിൽ പൊന്തിയതാണ് ഈ പ്രപഞ്ചം. ആ വാദവും തെറ്റാണ്. ബ്രഹ്മത്തിൽ ഭ്രമരൂപത്തിൽ എന്തിന് ഈ പ്രപഞ്ചം പൊന്തണം? പിന്നെ എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ ആ ഭഗവാനെ കൂടെ അനുസ്മരിക്കാൻ വേണ്ടി, ആ ഭഗവാനെയും കൂടെ ചേർത്ത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ ഈ കാണുന്നതൊന്നും അതല്ല. അത് ഈ കാണുന്ന ഒന്നുമായി മാറാൻ പറ്റില്ല. നേദം യതിദം ഉപാസത്തെ, നിങ്ങൾ ഉപാസിക്കുന്ന ഒന്നും ബ്രഹ്മമല്ല. നിങ്ങൾ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം നമ്മുടെ വിഷയമാവില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആ വിഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ സത്യസന്ധമായി മറുപടി പറയാൻ പറ്റും. കാരണം അതൊക്കെ ജഡനാമരൂപങ്ങളാണ്. ജഡനാമരൂപങ്ങൾ. ഈശ്വരൻ ജഡമാണോ? അദ്ദേഹം ചിത്സ്വരൂപനല്ലേ? അല്ല,
ചിത്തിൽ നിന്ന് ജഡം ഉണ്ടാവുന്നു എന്ന് കരുതിയാലോ, ചിത്തിൽ നിന്ന് എങ്ങനെയാണോ ജഡം ഉണ്ടാവുക? സൂര്യനിൽ നിന്നാണ് ഇരുട്ടുണ്ടാവുന്നത് എന്ന് പറയുന്നത് പോലെ അസംബന്ധമല്ലേ അത്? പിന്നെ ഈ പ്രപഞ്ചം എന്താണ്? എടോ, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണ് ഈ വേദാന്തം എന്ന് പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അനുഭവത്തിലുള്ള ഒന്നും വാസ്തവമല്ല. അഹങ്കാരം സത്യമാണോ? പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം, ബാഹ്യ പ്രപഞ്ചം, ഇതൊന്നും സത്യമല്ല. പക്ഷെ എല്ലാം സത്യം എന്ന പോലെയാണ് സകല ജീവികളും അനുഭവിക്കുന്നത്. അവരോട് ഒറ്റയടിക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളതാണ് എന്ന് തത്കാലം അംഗീകരിച്ചുകൊണ്ട് വേദാന്തം നമ്മെ കൈപിടിച്ച് ആ പരമമായ സത്യത്തിലേക്ക് ഉയർത്തുന്നു.